നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമുളകിൻ്റെ അച്ചാറാണ്. അത് നമ്മളെ ഉമ്മാമ്മൻ്റെ സ്പെഷ്യൽ അച്ചാറാണ്. നമുക്ക് വേണ്ടത് പച്ചമുളക്, വെളുത്തുള്ളി, എള്ളെണ്ണ, സിർക്ക അല്ലെങ്കിൽ വിനാഗിരി, പിന്നെ ഇത് കായപ്പൊടി, പിന്നെ നമ്മൾ ഉലുവയും കടുകും വറുത്ത് വെച്ചതാണ്. അത് വറക്കുന്ന വീഡിയോ വേറെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തന്നെ മുളക് നന്നായി കഴുകിയെടുക്കുക. ഒരു 2-3 പ്രാവശ്യമെങ്കിലും നന്നായി കഴുകിയെടുക്കുക. കാരണം ഇപ്പോഴത്തെ മുളകിനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, പല വിഷാംശങ്ങളും അടിച്ച മുളകായിരിക്കും. അപ്പോൾ അത് നമ്മൾ നന്നായി ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളുള്ളി തോല് പോക്കേണ്ട ആവശ്യമില്ല. ഈ മെഷീനിലാകുമ്പോൾ തോല് പോക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് പിന്നെ തോലെടുക്കുക ചെയ്യുക, ഒന്ന് അടിച്ചെടുക്കുക. നമുക്ക് സാധാരണ പിന്നെ ഇതിലും ചെയ്യാം, മിക്സിയിലും ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഇതിലാകുമ്പോൾ നമ്മൾ വെളുത്തുള്ളി അങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത്. കഴുകിയിട്ട് വെളുത്തുള്ളി അങ്ങനെ ഇട്ടിട്ട് തോല് പിന്നെ എടുത്ത് കളയില്ല. പിന്നെ മുളകും അതേപോലെ തന്നെ ഒന്ന് അടിക്കുകയാണ് ചെയ്യേണ്ടത്, അടിച്ചെടുക്കുക. ഒരു 2-3 പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കുക. ചെറിയ മിക്സിൻ്റെ ജാറിലിട്ടാൽ മതി, ഇതിൽ തന്നെ ഇടണമെന്നൊന്നും ഇല്ല. ഓക്കെ, അപ്പം നമ്മൾ ഇതിലിട്ടിട്ടാണ് മുളകൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അധികം അരിഞ്ഞു പോകാൻ പാടില്ല, ഇത് അച്ചാറിനപ്പോൾ ടേസ്റ്റ് കുറയും. ഇതുപോലെയാണ് നമ്മൾ മുളക് അടിച്ചെടുക്കേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന 1/2 കിലോ മുളകാണ്, 1/2 കിലോ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് ഒരു പാന്, കുറച്ച് വീതിയുള്ള ഒരു പാന്. അതിലേക്ക് എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, അതിലേക്ക് ഉലുവ കുറച്ചിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കടുകും, അതൊന്ന് വറുത്തെടുക്കണം. കടുക് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടുന്ന പോലെയാവും, പൊട്ട് തന്നെ ചെയ്യും. അതുവരെ ഒന്ന് വറുത്തെടുക്കുക. അധികം കരിഞ്ഞു പോകാനും പാടില്ല, ശ്രദ്ധിച്ചിട്ട് സിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനെ ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ അത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അച്ചാറിൻ്റെ ടേസ്റ്റ് മൊത്തമായിട്ട് പോകും. അതുകൊണ്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഈ കടുകൊന്ന് ഇങ്ങനെ പൊട്ടുന്നത് കാണാം. ഓക്കെ, കണ്ട കടുക് പൊട്ടുന്നത്, അതുവരെയാണ് നമ്മൾ അത് വെക്കേണ്ടത്. ഓക്കെ, എന്നിട്ടൊന്ന് 2-3 പ്രാവശ്യം കൂടി ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കുന്നത് നന്നായിരിക്കും. ഇത് നമ്മളെ ഉമ്മാമ്മൻ്റെ അടിപൊളി അച്ചാറാണിത്. അതിന് ശേഷം നമ്മൾ ഒരു മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം. ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിക്ക് പണി കിട്ടും. ഓക്കെ, അത് പൊടിച്ചിട്ടൊന്ന് മാറ്റി വെക്കുക. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാനുള്ളതാണ്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ട എള്ളെണ്ണ കുറച്ച് നല്ലോണം തന്നെ വേണം. 200 ml തന്നെ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആദ്യം ഇടേണ്ട വെള്ളുള്ളി ചതച്ച് വെച്ചിട്ടില്ലേ, അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. കരിഞ്ഞു പോകാതെ നോക്കണം, സിമ്മിലിട്ടിട്ടേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അത്യാവശ്യം നല്ലോണം വെളുത്തുള്ളി വേണം, കാരണം ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം ഇരിക്കുന്നത് വെളുത്തുള്ളിയിലും പച്ചമുളകിലാണ്. അതുകൊണ്ട് നല്ലോണം വെളുത്തുള്ളി വേണം. ഏകദേശം ഒരു 200 തന്നെ വേണ്ടി വരും. 200 ഗ്രാമോളം വെളുത്തുള്ളി ഇതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ 1/2 കിലോ പച്ചമുളകും എടുക്കുന്നുണ്ട്. ഓക്കെ, വെളുത്തുള്ളി നല്ലെണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് നല്ലോണം ആക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും ഇതേപോലെ തന്നെ നന്നായി വഴറ്റിയെടുക്കണം. പച്ചമുളക് നന്നായി വഴറ്റിയെടുക്കുക. അതുകൊണ്ടാണ് കുറച്ചധികം എണ്ണയും ആവശ്യമായിട്ട് വരും. കാരണം എണ്ണ ഉണ്ടെങ്കിൽ അച്ചാർ ചീത്തയാവുകയില്ല. ഇത് നല്ലോണം വയന്ന് കിട്ടാനും നല്ലോണം എണ്ണ വേണ്ടേ. 1/2 കിലോളോ പിന്നെ പച്ചമുളക് ഉള്ളതുകൊണ്ടും തന്നെ കുറച്ചധികം എണ്ണ ആവശ്യമായിട്ട് വരും. ഓക്കെ, പിന്നെ ചീത്തയായി പോവുകയില്ല. നമ്മൾ എണ്ണ നല്ലോണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചീത്തയായി പോവില്ല. ഓക്കെ, അപ്പോൾ ഇത് നന്നായി വഴറ്റിയെടുക്കുക. എത്ര വഴറ്റാൻ പറ്റുമോ അത്രയും നന്നായി വഴറ്റിയെടുക്കുക. അല്ലെങ്കിൽ പച്ചമുളകിന് നല്ല എരിവായിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മൾ ലേശം ഉപ്പ് ആവശ്യത്തിന് നോക്കി ചേർക്കുക. ഇപ്പം നമുക്ക് കുറച്ചിടുക, പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ഇടുക. ഓക്കെ, ഉപ്പിട്ടതിന് ശേഷം നന്നായി കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അടിക്ക് പിടിക്കാണ്ട് നോക്കുക. ഓക്കെ, സിമ്മിലിട്ടിട്ടേ ഇത് ചെയ്യാൻ പാടില്ല. അതിന് ശേഷം നമ്മൾ കായപ്പൊടിയാണ് ചേർക്കുന്നത്. കായപ്പൊടിയും അത്യാവശ്യം നല്ലോണം വേണം. ഓക്കെ, കായപ്പൊടിയും ഇട്ട് നന്നായി ഒന്ന് വഴറ്റുക. ഓക്കെ, അപ്പം നമ്മൾ വെളുത്തുള്ളി,
പച്ചമുളക്, ഉപ്പ്, കായപ്പൊടിയാണ് ചേർത്ത്. പിന്നെ നമുക്ക് നല്ലോണം വയന്ന് കഴിഞ്ഞാൽ മാത്രം നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ സുർക്ക എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ വിനാഗിരിയും ചേർത്ത് നല്ലോണം തിളച്ച് വരണം. ഓക്കെ. അപ്പോൾ ഏകദേശം ഇത് റെഡിയായി. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഏകദേശം റെഡിയായി. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടില്ലേ കടുകും ഉലുവയും, അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അച്ചാറിൻ്റെ പണി കഴിഞ്ഞു. ഓക്കെ. ഇത് നമ്മൾ തിളയ്ക്കാൻ നല്ലോണം വെക്കണം, നല്ലോണം തിളക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്തുന്നത് കുറച്ചും കൂടി കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് നോക്കിയാൽ കുറച്ച് കായത്തിൻ്റെ കുറവ് തോന്നുന്നുണ്ട്, പിന്നെയും കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ കായപ്പൊടി വേണോ നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചത് കുറച്ച് മാത്രമേ എടുക്കൂ, ഒരു 2 സ്പൂണോളം മാത്രമേ എടുക്കുന്നുള്ളൂ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് പിന്നെ കടുകും ഉലുവയും അധികം ചേർത്ത് കഴിഞ്ഞാൽ ഉലുവൻ്റെ കയ്പ്പ് രസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 2 സ്പൂൺ മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ചേർക്കാവൂ. ഓക്കെ. അത് അധികമൊന്നും വേണ്ട. അത് നമ്മൾ പൊടിക്കാൻ വേണ്ടി കുറച്ച് അധികം എടുത്തതേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ പൊടിഞ്ഞ് കിട്ടില്ലല്ലോ നന്നായി കുറവാകുമ്പോൾ. ബാക്കിയുള്ളത് വേണമെങ്കിൽ നമ്മൾ ഇനി അച്ചാർ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുക. അതൊന്നും വെടുക്കാവുന്നില്ല. ഒരു നല്ലൊരു കുപ്പിയിൽ പിന്നെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒന്നും ആവത്തില്ല. അപ്പോൾ നമ്മൾ അതും ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് സിർക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. സ്റ്റേ ട്യൂൺഡ്.